ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അതിഗംഭീരമായ ഒരു ട്രെയിലർ നമ്മുടെ ബസൂക്കട വന്നിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് എന്താ പറയുക, നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്ന ട്രെയിലറിൽ നിന്ന് അത് വളരെയധികം ഉണ്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ ടീസർ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ടീസറിൽ ഞാൻ കണ്ടപ്പോൾ ഇതിപ്പോൾ മമ്മൂട്ടി എന്നൊരു ആള് ഇതിന്റെ വില്ലനായി വരും എന്നായിരുന്നു. പക്ഷെ അതിനിടയിൽ ഒരു വേറൊരു വില്ലനും കൂടി കാണിക്കണം. അപ്പോൾ ഈ വില്ലൻ രണ്ട് വില്ലനായി മാറി ഒന്നൊരു എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം മമ്മൂട്ടി എന്തായാലും നന്മയാണോ തിന്മയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ടീസറിൽ കണ്ടപ്പോൾ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാര്യം എന്താണ് അതിൽ സംഭവം. കാരണം ഇതിൽ ഗൗതം വാസുദേവനുണ്ട്, അദ്ദേഹം ഒരു ഫോഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ മമ്മൂട്ടി എന്ന ക്യാരക്ടർ എന്താണെന്ന് ഒരിക്കലും അതിലൊന്നും വ്യക്തതയില്ല. പിന്നെ ഒരു വില്ലൻ അവസാനമായിട്ട് ഒരു ഹുഡിയിട്ട് നിന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സീനാണ് കാണിച്ചിരിക്കുന്നത് ടീസറിൽ. പക്ഷെ അതിന്റെ നേരെ വിപരീതമാണ് ഈ നമ്മുടെ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹം ഫുള്ളി എന്താ പറയുക, അദ്ദേഹം ഒരു സമ്പടി എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു നറേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗൗതം വാസുദേവന്റെ നറേഷൻ തന്നെയാണ് ഈ ട്രെയിലറും കൊടുത്തിരിക്കുന്നത്. അതെന്താണ്, ആരാണ് അദ്ദേഹം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ഇതിന്റെ വില്ലനെ കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്ക് കാണിച്ചു തന്നു. കാരണം വില്ലൻ ഒരിക്കലും ഇതിന്റെ വില്ലന്റെ ഒരു ചെറിയ രൂപം പോലും ഈ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. കാരണം വില്ലന്റെ പകരം കാണിച്ചിരിക്കുന്ന ഒരു മറിയ ഫ്ലഷ് പറഞ്ഞൊരു ടോയാണ് കാണിച്ചിരിക്കുന്നത്. ആ മറിയ ഫ്ലഷ് ടോയിനെ ഇദ്ദേഹം കയ്യിൽ പിടിച്ച് ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തൂക്കിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ ഒപ്പം അതിങ്ങനെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അതൊരു പെർഫോമൻസാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ, ഇപ്പോൾ നമ്മുടെ എമ്പുരാനിലൊക്കെ പറയുന്ന ഒരു വില്ലൻ ഉണ്ടല്ലോ, അതുപോലൊരു വില്ലൻ പോലൊരു വേർഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഇതുവരെയും വില്ലനെ കുറിച്ചൊരു നമുക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു എന്താ പറയുക, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു പാർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് കഴിഞ്ഞാൽ സാധാരണ വില്ലന്മാർ പറഞ്ഞാൽ ചുമ്മാ അടികിട്ടി മരിക്കുക അങ്ങനെ പരിപാടിയൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിനല്ല, വില്ലന് ഒരു റോളും കൂടി ഇതിലുണ്ട്. കാരണം വില്ലനെ ഏറ്റവും വലിയ കീ റോളായിട്ട് കാണിക്കുക. അതുകൊണ്ടായിരിക്കും ഇവർ ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ ടീസർ ആയാലും നമ്മുടെ ട്രെയിലർ ആയാലും അതിലൊന്നും തന്നെ വില്ലനെ കുറിച്ചിട്ട് ചെറിയൊരു എന്താ പറയാ ഒരു സൂചന പോലും തരാൻ പറ്റാത്തത്. ഇപ്പോൾ ടീസറിൽ തന്നെയാണ് നോക്കുകയാണെങ്കിൽ ടീസറിൽ ഒരു ഹുഡിയിട്ട് നടന്നു പോകുന്ന ഒരു സീന് മാത്രമേ കൊടുത്തുള്ളൂ. അതും ആ ഒരു ബോഡി ഇതെല്ലാം കണ്ടിട്ട് ആരാണെന്ന് പോലും സൂചിക്കാൻ പറ്റില്ല. ചിലർ പറയുന്നത് ദുൽഖറാണ് പറയണ്ടായി, ചിലപ്പോൾ ഞാൻ വേറെ എല്ലാവരും അറിയത്തില്ല. പക്ഷെ ഈ ട്രെയിലറിൽ അന്യായ ഷോർട്സ് ഉണ്ടോ. കാരണം നമ്മുടെ ഈ ഡെന്നീസിന്റെ മകൻ ഒരു ഡിനോ പറഞ്ഞ വ്യക്തി ഒരു അപാരം ഒരു സിനിമ എന്താ പറയുക, സിനിമ എടുക്കാനുള്ള അറിയുന്ന ഒരു വലിയൊരു കഴിവുറ്റ ഒരു ഡയറക്ടറെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഷോർട്സ് കണ്ടിരിക്കുന്നത്. കാരണം ടീസറിൽ കാണിച്ച് വളരെ സ്ലോവിൽ വന്നിട്ട് പോകുന്ന ഷോർട്സുകളാണെങ്കിൽ ഇതൊക്കെ തന്നെ വളരെ ഹൈ സ്പീഡിൽ ഇങ്ങനെ എന്താ പറയുക, മുംബൈന്റെ ഒരു ഷോർട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ അതിന് ഒരു മൈനിങ് ഫാക്ടറി അങ്ങനെ ഒരു ഫാക്ടറിനെ കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര രസമായിട്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിന്റെ പല രൂപത്തിൽ പല ഗെറ്റപ്പുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അതിഗംഭീരമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഗെറ്റപ്പിലൊക്കെ കാണിക്കുക, അതൊരു എന്താ പറയുക, അതോടൊപ്പം തന്നെ ആ ഒരു സ്വാഗും കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി വരണം. എക്സ്ട്രീംലി ഗുഡ്. കാരണം എന്തായാലും ഈ ഒരു ഏപ്രിൽ 10 ഈ ഒരു സിനിമ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നമുക്ക് തരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു ജോണറാണ് ഗെയിം, ഒരു ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗെയിം ജോണറാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഇതുവരെ മലയാളികളിൽ നമ്മൾ ഒരു ആസിഡ് സിനിമയിലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു ഗെയിം ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഗെയിം ജോണർ വന്നിട്ടില്ല. ഓക്കെ, ഹോളിവുഡിലൊക്കെ ഒരുപാട് സിനിമസ് ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല. നമുക്ക് അതൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മലയാളത്തിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണം. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട താരമായിട്ടുള്ള മമ്മൂട്ടിയുടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ മലയാളത്തിലെ വൺ ഓഫ് ദ ഐക്കൺ സ്റ്റാർ ആയിട്ടുള്ള മെഗാസ്റ്റാർ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ആകാംക്ഷ. അതിൽ നമ്മുടെ ഈ ഡിനോ ഡെനീസ് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഡയറക്ഷൻ സ്കില്ലുണ്ടല്ലോ, അത് എടുത്ത് പറയണം. ഒരിക്കലും നമ്മൾ എന്താ പറയുക, എടുത്ത് പറയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീതികേടായി പോകും. കാരണം അത്രമാത്രം നല്ലൊരു സ്കില്ലായിട്ട് അദ്ദേഹം ഓരോ ഫ്രെയിം സെറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി ഇങ്ങനെ എടുത്തുന്ന ഒരു ബൈക്കിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വണ്ടി എടുത്ത് പോകുന്ന സീൻസ് എക്സ്ട്രീംലി ഗുഡ്. അതിൻ്റെ ഓരോ ഷോർട്സും ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുത്തതെന്ന് തോന്നിപ്പോകും. കാരണം അത്രമാത്രം പെർഫെക്ഷൻ ആ ഓരോ ഷോർട്ടിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഈ ഒരു ടീച്ചർ 3-4 പ്രാവശ്യം ഈ ട്രെയിലർ ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടുകൊടുത്തു. കാരണം അതിൽ എങ്ങനെയാണ് ഈ വില്ലൻ്റെ എന്തെങ്കിലും സൂചന കിട്ടും. വില്ലൻ ഒരു മറിയ ഫ്ലഷ് പറഞ്ഞൊരു ടോയ് അല്ലാതെ വേറൊന്നുമില്ല സൂചന, വേറെ സൂചന. പക്ഷേ അതിനൊരു ആന്റഗോണിസ്റ്റ് ആണ്, അദ്ദേഹം അതിനെ പിടിച്ചാൽ നിൽക്കാം. അപ്പോൾ പറയുമ്പോൾ എനിക്ക് പിന്നെ ഈ ടീച്ചറിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടിയെന്ന് പറയാനുള്ള കാരണം, ട്രെയിലറിൽ ഈ പോലീസ് ഫോഴ്സും എന്താ പറയുക, പോലീസ് ഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആളായിട്ടാണോ ഇനി നമ്മുടെ മമ്മൂട്ടിൻ്റെ ക്യാരക്ടർ എന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അവസാനത്തിൻ്റെ ഒരു ടൈലിൻ്റെ ആയിട്ട് ഈ ട്രെയിലർ കൊടുത്ത് അങ്ങനെ നമുക്ക് അവരെ ഈ
ഒളിച്ചിരിക്കുന്ന ആ ആന്റഗോണിസ്റ്റിനെ നമുക്ക് പിടിക്കാം എന്ന് പറയുന്നൊരു ഡയലോഗ് കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ എൻഡ് അപ്പ് ചെയ്യുന്നത് ഈ ട്രെയിലർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ട്രെയിലറിൻ്റെ എന്തോ ഒരു ട്രെയിലറിൽ കൊടുത്തിരിക്കുന്ന ഒരു എന്തോ ഒരു ഹിഡൻ ആയി കിടക്കുന്ന ഒരു സംഭവം ഇതിലുണ്ട്. കാരണം ആ വില്ലനെ വലിയ പ്രാധാന്യമുണ്ട്. വില്ലൻ ചിലപ്പോൾ നമ്മൾ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കും. കാരണം ആ വില്ലൻ റോഡ് ചിലപ്പോൾ നമ്മൾ ആ വില്ലന്റെ ഓരോ പരിവേഷം നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ മാസ് ഫിലിം ആക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്താ ഒരിക്കലും നമ്മുടെ മമ്മൂട്ടി പോലൊരു വ്യക്തി ഒരു എന്താ പറയുക വെറുതെ വന്നൊരു ആക്ഷൻ സിനിമാസ് എടുത്ത് പോകില്ല. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായിട്ടൊരു വ്യത്യസ്തത പുലർത്താൻ കഴിയണേ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു സിനിമ അദ്ദേഹം കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡെന്നീസിനെ മനോട് പറഞ്ഞിരിക്കുന്നത് നീ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂ പറയുണ്ടായി. അദ്ദേഹത്തിനെ പോലെ ഇത്രയും വ്യക്തമായിട്ട് ഈ സിനിമയിലെ കാഴ്ചപ്പാട് ഈ കഥയെക്കുറിച്ച് വേറെ വ്യക്തിയിൽ കാണാൻ പറ്റില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഈ പുതിയൊരു യുവ ഒരു ഡയറക്ടർ, പുതുമുഖ ഡയറക്ടർക്ക് ഇത്രയും എന്താ പറയുക വിശ്വാസം അർപ്പിക്കുകയും അത് അദ്ദേഹം വളരെയധികം മനോഹരമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെന്ന് പോലും നമുക്ക് ഈ ട്രെയിലർ കാണാൻ പറ്റുന്നുണ്ട്. ആ ടീസർ തന്നെ ആ ഒരു പ്രൂവ്ഡ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഓരോ ഫ്രെയിംസിനെ കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയേണ്ടായിരുന്നു. കാരണം നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൗതം വാസുദേവന്റെ ആ ഒരു പ്രസൻസ്, പിന്നെ ഭയങ്കര രസമുണ്ട്. കാണിക്കുന്ന ആ ഒരു ഷോർട്സ് ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഏപ്രിൽ 10 ഈ സിനിമ തിയേറ്ററിൽ എല്ലാവരും കൂടി കാണാം. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ട്രെയിലർ വന്നാൽ പിന്നെ ഇനിയൊന്നും അപ്ഡേറ്റ് ഇല്ലേ. അപ്പോൾ എന്തായാലും നല്ലപോലെ ഈ സിനിമ വരട്ടെ ഞാനും ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.